നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. US ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കമാകും. ഇന്ത്യയടക്കം രാജ്യങ്ങളുടെ പ്രതിനിധികൾ ചടങ്ങുകളിൽ പങ്കെടുക്കും. വരും ദിവസങ്ങളിൽ പൊതുദർശനവും വിലാപയാത്രയും ഉണ്ടായിരിക്കും. ടെഹ്റാൻ, ഗും, നജാബ് എന്നിവിടങ്ങളിലെ വിലാപയാത്രയിലും പ്രാർത്ഥനകളിലും ലക്ഷക്കണക്കിന് പേർ പങ്കെടുക്കും. അതേസമയം അയത്തുള്ള ഖമേനിയുടെ മകനും നിലവിലെ പരമോന്നത നേതാവുമായ മുജ്തബ ഖമേനി ചടങ്ങുകളിൽ പങ്കെടുക്കില്ലെന്നാണ് റിപ്പോർട്ട്. സുരക്ഷാ കാരണങ്ങളാലാണ് സ്വന്തം പിതാവിന്റെ ശവസംസ്കാര ചടങ്ങുകളിൽ നിന്ന് മുജ്തബ വിട്ടുനിൽക്കുന്നത്. ഇറാന്റെ മുൻ പരമാധികാരിയായ അയത്തുള്ള അലി ഖമേനിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്ന ചടങ്ങുകളിലാണ് മകൻ മുജ്തബ ഖമേനി പങ്കെടുക്കില്ലെന്ന് വ്യക്തമാക്കിയത്. ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പ്രതിനിധിയാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ ANAയോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇസ്രായേലിൽ നിന്നുള്ള വധഭീഷണിയും അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങളുമാണ് മുജ്തബയെ ചടങ്ങിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. മുജ്തബ പ്രത്യക്ഷപ്പെട്ടാൽ മൊസാദ് ലക്ഷ്യമിടുമെന്ന ഭയമാണ് ഇതിന് പിന്നിൽ. ലക്ഷക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുന്ന പൊതുചടങ്ങിൽ മുജ്തബ പ്രത്യക്ഷപ്പെടുന്നത് അതീവ അപകടകരമാണെന്ന് അയത്തുള്ള ഹക്കിം ഇലാഹി വ്യക്തമാക്കി. കഴിഞ്ഞ 36 വർഷത്തോളമായി ഇറാന്റെ വിധാതാവായിരുന്നു അലി ഖമേനി. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് കൊല്ലപ്പെടുന്നത്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനിൽ ബോംബാക്രമണം ആരംഭിച്ച അതേ ദിവസം തന്നെയാണ് ഖമേനിയുടെ അന്ത്യം സംഭവിച്ചത്. ഇതോടെയാണ് മിഡിൽ ഈസ്റ്റിൽ വൻ യുദ്ധത്തിന് തിരികൊളുത്തപ്പെട്ടത്. സാധാരണയായി ഇസ്ലാമിക ആചാരപ്രകാരം മൃതദേഹം 24 മണിക്കൂറിനുള്ളിൽ അടക്കം ചെയ്യണമെന്നാണ് നിയമം. എന്നാൽ രാജ്യത്ത് നിലനിൽക്കുന്ന അടിയന്തര യുദ്ധ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ നീണ്ടുപോവുകയായിരുന്നു. ജൂലൈ 4 മുതൽ ടെഹ്റാനിൽ ആരംഭിക്കുന്ന വിലാപയാത്രകളും ചടങ്ങുകളും ജൂലൈ 9-ന് അദ്ദേഹത്തിന്റെ ജന്മനാടായ മഷാദിൽ അടക്കം ചെയ്യുന്നതോടെയാണ് അവസാനിക്കുക. 6 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളിൽ ദശലക്ഷക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങുമെന്നാണ് ഇറാൻ അധികൃതർ പ്രതീക്ഷിക്കുന്നത്. വൻ ജനക്കൂട്ടം എത്തുമെന്ന് ഉറപ്പുള്ളതിനാൽ അയത്തുള്ള അലി ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങിനെ സുരക്ഷ ശക്തമാക്കും. ശവസംസ്കാര ചടങ്ങിൽ ജനക്കൂട്ട നിയന്ത്രണവും സുരക്ഷയും തങ്ങളുടെ മുൻഗണനകളായിരിക്കുമെന്ന് ഇറാനി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനും മൃതദേഹവുമായുള്ള വിലാപയാത്ര സുരക്ഷിതമാക്കുന്നതിനും ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ വിന്യസിക്കുമെന്ന സൂചന ഖമേനിയെ സംസ്കരിക്കുന്ന റസാവി ഖൊറാസൻ പ്രവിശ്യയുടെ ഗവർണർ ഗോലാം ഹുസൈൻ മൊസാഫാരി നൽകി. എന്നാൽ ഇത്തരം നടപടികൾ മഷ്ഹദിൽ മാത്രമായി പരിമിതപ്പെടുത്തുമോ അതോ വിവിധ നഗരങ്ങളിൽ വ്യാപിപ്പിക്കുമോ എന്ന് വ്യക്തമല്ല. വിലാപയാത്രയ്ക്കുള്ള ക്രമീകരണങ്ങളിൽ ഇറാഖി ഉദ്യോഗസ്ഥരുമായി ഏകോപിപ്പിക്കാൻ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ബാഗ്ദാദ് സന്ദർശിച്ചു. അലി ഖമേനിയുടെ ഔദ്യോഗിക സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഇന്ത്യയിൽ നിന്നും വമ്പൻ നയതന്ത്ര പ്രതിനിധി സംഘമാണ് ഇറാനിലേക്ക് തിരിക്കുന്നത്. ബീഹാർ ഗവർണർ ജനറൽ സയ്യിദ് അസൈനൻ, വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റ എന്നിവർ ഇന്ത്യൻ സംഘത്തിലുണ്ടാകും. കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് മുൻ വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദും ചടങ്ങിൽ പങ്കെടുക്കും. കശ്മീരിൽ നിന്നുള്ള PDP നേതാവ് മെഹബൂബ മുഫ്തിയെയും 5 ഷിയ നേതാക്കളെയും ഇറാൻ സംസ്കാര ചടങ്ങുകളിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചടങ്ങിലേക്ക് നേരിട്ട് ക്ഷണിച്ചിരുന്നെങ്കിലും മോദി ചടങ്ങിൽ പങ്കെടുക്കില്ല. കഴിഞ്ഞ മാസം അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു താൽക്കാലിക സമാധാന കരാറിൽ ഒപ്പുവെച്ചിരുന്നെങ്കിലും മിഡിൽ ഈസ്റ്റിൽ ഇനിയും പുകയടങ്ങിയിട്ടില്ല. ഹോർമസ് കടലിടുക്കിൽ വെച്ച് ഇറാൻ ഒരു വാണിജ്യ കപ്പൽ പിടിച്ചെടുത്തതോടെ അമേരിക്കൻ സൈന്യം ഇറാന്റെ 10 സൈനിക താവളങ്ങൾ ബോംബിട്ട് തകർത്തിരുന്നു. ഇതിന് തിരിച്ചടിയായി കുവൈറ്റിലെയും ബഹ്റൈനിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാനും ആക്രമണം നടത്തി. എങ്കിലും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ആക്രമണങ്ങൾക്ക് അല്പം ശമനമുണ്ട്. ദോഹയിൽ ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളിൽ മികച്ച പുരോഗതി ഉണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതിനിടയിലാണ് ഇസ്രായേലിനെ പേടിച്ച് പിതാവിന്റെ ശവസംസ്കാര ചടങ്ങിൽ നിന്നും മകൻ മാറി നിൽക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവരുന്നത്. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ മൃതദേഹം രഹസ്യ കേന്ദ്രത്തിൽ ഫ്രീസറിലായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്ലാമിക ആചാരപ്രകാരം വേഗത്തിൽ മൃതദേഹം സംസ്കരിക്കണമെന്നാണ് എംബാമിംഗ് പോലെയുള്ള നടപടികൾക്ക് എതിർക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ യുദ്ധകാല സാഹചര്യങ്ങളും സുരക്ഷാ ആശങ്കകളും മൂലം ഖമേനിയുടെ സംസ്കാരം നടത്തുന്നത് 4 മാസത്തോളമായി വൈകി. ഈ സാഹചര്യത്തിലാണ് ഖമേനിയുടെ മൃതദേഹം പ്രത്യേക ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുന്നത്.
ഇറാന്റെ ഫോറൻസിക് മോർച്ചറികളിൽ മാസങ്ങളായി മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെന്നും അതിനാൽ 4 മാസം ഇത്തരത്തിൽ മൃതദേഹം സൂക്ഷിക്കുന്നത് വിചിത്രമല്ലെന്നും ഡോക്ടർ മുഹമ്മദ് ഒമർ ഫോക്സ് ന്യൂസ് ഡിജിറ്റലിനോട് പറഞ്ഞു. അസാധാരണമായ കേസുകളിൽ വൈകിയുള്ള സംസ്കാരവും മൃതദേഹം ഫ്രീസറിൽ സൂക്ഷിക്കുന്ന സംവിധാനവും ഷിയ നിയമം അനുവദിക്കുന്നു. ഒരു പരമോന്നത നേതാവിന് ഇളവ് ലഭിക്കുന്നത് എളുപ്പമാണെന്നും ഡോക്ടർ മുഹമ്മദ് ഒമർ പറഞ്ഞു. 2026 ഫെബ്രുവരി 28-ന് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ ഓഫീസ് വസതി ലക്ഷ്യമാക്കി അമേരിക്കയുടെ സഹായത്തോടെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ഖമേനി കൊല്ലപ്പെട്ടത്. അതിനുശേഷം അങ്ങോട്ട് തിരിച്ചു വലിയ രീതിയിലുള്ള ഒരു പ്രത്യാക്രമണമാണ് ഇറാൻ നടത്തിയത്. പിന്നീട് തിരിച്ചടിക്കുന്ന ഇറാനെയാണ് കണ്ടത്. ഇറാന്റെ സൈനിക ശക്തി എന്താണെന്ന് ലോകത്തിന് ബോധ്യപ്പെട്ട ദിവസങ്ങളായിരുന്നു അത്. പിന്നീട് പലതവണയും പല കരാറുകൾ കൊണ്ടുവന്നിരുന്നെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. ഏതായാലും ഇനി ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ ഒരു ആക്രമണം അമേരിക്കയുടെയോ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു ഭയം കാരണം തന്നെയാണ് മുജ്തബ ഖമേനി ഈ ചടങ്ങിൽ പങ്കെടുക്കാതെ വിട്ടുനിൽക്കുന്നത്.